Rice, the staple food crop of Kerala, is deeply intertwined with the state's heritage and economy. However, this vital sector faces unprecedented challenges, threatening the livelihood of thousands of farmers and the state's food security. മഴ പെയ്തപ്പോൾ യാടയ്ക്കകത്ത് മൊത്തം താന്നു. അപ്പോൾ അന്നേരത്തെ മഴയ്ക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു. ഇത് താന്നു രണ്ടാമത് പിന്നെ നമ്മൾ വിതയ്ക്കുക. വെള്ളം അമിതമായി എല്ലാവരും കയറ്റുന്ന കാരണം വെള്ളം വന്നതിന് തോന്നുന്നു നമ്മുടെ സ്ഥലത്ത്. ആ വെള്ളം പറ്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ഇപ്പോൾ പൊതുവെ എല്ലാവരുടെയും ചെടിക്കും ആരോഗ്യം ഇല്ലാതിരിക്കുന്നു. തളർച്ച പോലെ വിതച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പമ്പിന് പ്രശ്നം വന്നു. അപ്പോൾ നമുക്ക് അവിടെ അങ്ങേറ്റത്ത് കാണുന്ന പ്ലോട്ട് അവിടെ ഒരു 3.5 ഏക്കറിന് കൊടിനാട്ടേക്ക് വന്നു. അതിൻ്റെ താഴെ ഒരു 40 സെൻറ്റ് സ്ഥലത്തിനകത്ത് വിത്തുകളൊക്കെ വന്നു. വരും കാലങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഈ അമിത ചൂട് കഴിഞ്ഞ കൊല്ലമൊക്കെ അത് എഫക്റ്റ് ചെയ്തായിരുന്നു. അതായത് കൊയ്ത്തോടിനോട് കൂടി തന്നെ വിളവെടുപ്പിനോട് കൂടി തന്നെ കതിരടിക്കുന്ന വരുന്ന സമയത്തുമൊക്കെ ഇപ്പോൾ കളകളെ പ്രതിരോധിക്കുന്ന മരുന്നുകൾക്ക് എഫക്റ്റ് പോരാ എന്നുള്ള ഒരു രീതിയിലായി വരുന്നത്. കൃഷികളിൽ മാറ്റം വരേണ്ടത് നമുക്ക് വിത്തിലാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ഉവ തന്നെ ഉപയോഗിക്കുന്നു. അപ്പം അതുമായിട്ട് ഇതുപോലെ തന്നെ ചൂടിനെ പ്രതിരോധിക്കുന്നത് കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഇപ്പം താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനോട് വിത്തുണ്ടാവണം. വരൾച്ചയാണ് ഏറ്റവും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നന്നായിട്ട് ബാധിച്ചത്. അതിന്റെ ഭാഗമായിട്ട് നെല്ല് തൂക്കത്തിന് വലിയ കുറവ് സംഭവിച്ചു. ഇത്തവണയാണെങ്കിൽ ഭയങ്കര വേലിയേറ്റുകാരുണ്ടായി. അതുകൊണ്ട് പല ബണ്ടുകൾക്കൊക്കെ ദുർബലമായ ബണ്ടുകൾ പലപ്പോഴും അത് പൊട്ടിപ്പോകുന്ന സ്ഥിതിയും അതിനുവേണ്ടി സംരക്ഷിക്കേണ്ടതൊക്കെ ബാധ്യത വലിയ നിലയിൽ അതുകൊണ്ടാണ്. അപ്പോഴാണ് വ്യാപകമായിട്ട് ഓലകരിച്ചിൽ വന്നത്. നമുക്കൊരു പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ശരിക്കും കാലാവസ്ഥയാണ് ഒട്ടും അനുകൂലമല്ലാതെ. എല്ലാവരും 2 തവണ കാറ്റമോസ് ചെയ്തിട്ടുണ്ട്. കാറ്റമോസ് വളമാണ് യൂസ് ചെയ്തിട്ടുണ്ട്. കാറ്റമോസ് പൊതുവെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഒരു പഴുപ്പ് വരാറുണ്ട്. അതിൻ്റെ ഫോസ്ഫറസിൻ്റെ ആധിക്യം കൊണ്ട് പോലെ പഴുത്താണെന്ന് പറയാൻ കഴിയില്ല. രോഗകീടബാധ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പല ആൾക്കാരും പല രീതിയിലല്ല കൃഷി ചെയ്ത്. ഒരു അപ്രതീക്ഷിതമായ മഴ പെയ്തപ്പോൾ പല ഭാഗങ്ങളിലും വെള്ളം കയറി ഞാറിൻ്റെ ചെടി അതങ്ങനെ തേഞ്ഞ് വന്നിട്ടുണ്ട് പുഴുക്കേടായിട്ട്. ഈ വളർപ്പുണ്ടല്ലോ, ഇത് എല്ലാ നുരിയിലും കണ്ട കുഴപ്പമില്ല. വെള്ള പോലെ ഇതാണ് വേരതിൻ്റെ. ഇതെന്താ സംഭവം എന്നുള്ളത് അറിയുന്നത്. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടുക, മഴ പെയ്യുക, അങ്ങനെ വരുമ്പോൾ ഇതിലെ കർഷകരുടെ കൃഷി മുഴുവൻ നശിച്ചു പോവുകയാണ്. കഴിഞ്ഞ വർഷം പലവർക്കും കൊയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. ഈ പ്രാവശ്യവും നട്ട് തുടങ്ങി നടിയിൽ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒരു വെള്ളക്കെട്ട് വരും. അതും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. കാലാവസ്ഥ വ്യതിയാനം മൂലം നമുക്ക് കർഷകർക്ക് ഒന്നും സമയാനുഷ്ഠിതമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സമയാധിഷ്ഠിത പദ്ധതികൾ പഞ്ചായത്ത് നടപ്പാക്കുന്നില്ല. ഈ കീടങ്ങൾ അസഹിക്കാൻ വയ്യാത്ത കാളീച്ച, മറ്റേ വെള്ളീച്ച എല്ലാം ഭയങ്കര ശല്യമാണ്. ഈ നെല്ല് കൊണ്ടുപോകാൻ ഉള്ള റോഡ് അപ്രോച്ച് കുറവാണ് ചില സ്ഥലങ്ങളിലൊക്കെ. An extensive stakeholder survey was conducted, comprising 75% farmers, 12% leasehold farmers, 8% agriculture officers, and 5% agriculture assistants. This research identified and documented best practices employed by farmers, which were then developed into a standardized protocol with expert input. Farmers began implementing the protocol on their fields during this Punja crop season.